ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വാസ്യതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. പാലാ നഗരസഭയുടെ പുതിയ അധ്യക്ഷ ദിയ പുളിക്കക്കണ്ടം രാജ്യത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന ഒരു ഖ്യാതി കൂടി ദിയ പുളിക്കക്കണ്ടത്തിന് ഇതിലൂടെ ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും അരുവാപ്പുലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന രേഷ്മയും 21 വയസ്സിലാണ് അധികാരത്തിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ ദിയ പുളിക്കക്കണ്ടം ഫാമിലിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് 3 പേരാണ് മത്സരിച്ചിരുന്നത്. 3 പേരും വിജയിക്കുകയും ചെയ്തു. പാലാ നഗരസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന പാലാ നഗരസഭയിൽ ഈ 3 പേർ നിർണായകമാവുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി ദിയ പുളിക്കക്കണ്ടം പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പാലായുടെ ചരിത്രത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഭരണം നഷ്ടപ്പെടുന്നത് ആദ്യമായാണ്. അവിടെ ഇപ്പോൾ ദിയ പുളിക്കക്കണ്ടം പാലാ നഗരസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മാണി സി കാപ്പനൊക്കെ ഈ പിന്തുണയുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല ചർച്ചകളും നടത്തിയിരുന്നതാണ്. നേരത്തെ 2 മുന്നണികളോടും LDFിനോടും UDFിനോടും അവരുടെ വികസന രേഖ വെച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ പുളിക്കക്കണ്ടം കുടുംബാംഗത്തെ പിന്തുണയ്ക്കുന്നതിൽ LDF പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിമുഖത പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പാലായിൽ നിന്ന് ലാൽകൃഷ്ണൻ ചേരുന്നു. ലാൽകൃഷ്ണൻ, ദിയ പുളിക്കക്കണ്ടത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ നഗരസഭാ അധ്യക്ഷയായി. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിർണായകമായ നിമിഷങ്ങളായിരുന്നു ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത്. കാരണം LDF UDF പോരെ എന്നതിനുപരി പുളിക്കക്കണ്ട കുടുംബത്തിൽ നിന്നുള്ള 3 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായിട്ടും ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതും പാലാ നഗരസഭയിൽ LDFിനെ വെല്ലുവിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ജോസ് കെ മാണിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിനായിരുന്നു ബിനു പുളിക്കക്കണ്ടവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും മകൾ ദിയ പുളിക്കക്കണ്ടവും രംഗത്തേക്ക് എത്തിയിരുന്നത്. അവർ 3 പേരും വിജയിച്ചതോടുകൂടി പാലാ നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം LDFിനോ UDFിനോ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇവർ 3 പേരും മത്സരിച്ച ഇടങ്ങളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു. അത് കൃത്യമായ സ്വാധീനമില്ലാത്തൊരു മേഖല ആയതുകൊണ്ട് എന്ന ന്യായീകരണമാണ് ആ ഘട്ടത്തിൽ ആ സമയത്ത് UDF പ്രധാനമായിട്ടും മുന്നോട്ട് വച്ചത്. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം ആർക്കൊപ്പം എന്ന കാര്യത്തിൽ ഇവർ 3 പേരും, പ്രത്യേകിച്ച് ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാൻ ഉണ്ടായിരുന്നില്ല. അതൊരു ആലോചനയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോയിരുന്നു. എന്നാൽ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ബിനു പുളിക്കക്കണ്ടം UDFിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ആ സമയത്ത് പറഞ്ഞ പ്രധാന ഉപാധികളിൽ ഒന്ന് എന്ന് പറയുന്നത് ദിയ പുളിക്കക്കണ്ടത്തിന്, 21-കാരിയായ ദിയ പുളിക്കക്കണ്ടത്തിന് ചെയർപേഴ്സൺ സ്ഥാനം വേണം എന്നുള്ളതായിരുന്നു. അത് UDF ഏകകണ്ഠമായി അംഗീകരിച്ചതോടുകൂടിയാണ് ദിയ പുളിക്കക്കണ്ടം നിലവിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പോകുന്നത്. വർഷങ്ങൾ കാത്തിരിപ്പെന്ന് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതായത് 2023-ൽ ബിനു പുളിക്കക്കണ്ടത്തിന് മുന്നോട്ട് വച്ച ചെയർമാൻ സീറ്റായിരുന്നു. അന്ന് CPIMൻ്റെ കാൻഡിഡേറ്റാണ് ബിനു പുളിക്കക്കണ്ടം ഉണ്ടായിരുന്നത്. ബിനു പുളിക്കക്കണ്ടത്തിന് ആ സമയത്ത് ആ സീറ്റ് കിട്ടാതിരുന്നതിൻ്റെ, ചെയർമാൻ ആകാൻ കഴിയാതിരുന്നതിൻ്റെ പ്രധാന കാരണം ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ശക്തമായ എതിർപ്പായിരുന്നു. തുടർന്ന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്ന ബിനു പുളിക്കക്കണ്ടം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും LDFിനെതിരെ റിബലായി തന്നെ രംഗത്ത് ഉണ്ടാവുകയുമായിരുന്നു. ആ റിബൽ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ പിന്നീട് സ്വതന്ത്രനായി മത്സരിച്ച് തൻ്റെ കുടുംബത്തിലെ 3 പേരെ കൂടി മത്സരിപ്പിച്ചുകൊണ്ട് ആ സീറ്റിലേക്ക് സ്വന്തം മകളെ കൈപിടിച്ചുയർത്തി ആ സീറ്റിലേക്ക് ദിയ പുളിക്കക്കണ്ടം കയറിയിരിക്കുന്ന കാഴ്ച കൂടിയാണ് പാലാ നഗരസഭ ഇപ്പോൾ കാണുന്ന ഒരു മധുര പ്രതികാരം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ഇത് തന്നെയാണെങ്കിലും UDFിന്റെ ഇന്നലെ അവസാന ഘട്ടത്തിൽ ചേർന്ന 14 കൗൺസിലർമാർ ഏകകണ്ഠമായി പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി 21-കാരി ദിയ പുളിക്കക്കണ്ടം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പുളിക്കക്കണ്ടം ഫാമിലിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് 3 പേരാണ് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത്. നേരത്തെ ബിനു പുളിക്കക്കണ്ടം 2020-ൽ CPIMൻ്റെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിലും അന്ന് ബിനു പുളിക്കക്കണ്ടത്തെ ചെയർമാനാക്കുന്നതിന് കേരള കോൺഗ്രസ് വിലങ്ങുതടിയായപ്പോൾ പിന്നീട് CPIMൽ നിന്ന് വിട പറഞ്ഞ് സ്വതന്ത്രനായി മത്സരിക്കുകയാണ് ബിനു പുളിക്കക്കണ്ടം ചെയ്തത്. സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും മകൾ ദിയ പുളിക്കക്കണ്ടവും ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. ബിനുവിനെ സംബന്ധിച്ച് മധുര പ്രതികാരത്തിന്റെ നിമിഷങ്ങൾ കൂടിയാണ് ഇപ്പോൾ പാലായിൽ സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.